ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദക്ഷയജ്ഞത്തെ വീരഭദ്രൻ ധ്വംസനം ചെയ്തത് എങ്ങനെ എന്ന കഥയെക്കുറിച്ചാണ്. ശ്രീ മൈത്രേയ പറഞ്ഞു, ദക്ഷന്റെ ധാർഷ്ട്യം ഹേതുവായി ഹൃദയം ഭേദിച്ച സതിയുടെ ദേഹത്യാഗവും ശിവഗണങ്ങൾക്ക് സംഭവിച്ച പരാജയവും എല്ലാം നാരദൻ മൂലം ഭഗവാനെ അറിയിച്ചു. ഭഗവാൻ ജ്വലിച്ച കോപത്തോടുകൂടി തൻ്റെ ജടയിൽ നിന്നും ഒരു മുടിയെ വലിച്ചെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ നിന്നും അതിഭീകരമായ വീരഭദ്രൻ ഉണ്ടായി. 3 കണ്ണുകൾ, ജടമുടി, 1000 കൈകൾ, കൂർത്ത പൽകൾ, കപാലമാല, കറുത്ത ശരീരം, ഇതെല്ലാം കൂടിയുള്ള അത്യുഗ്രമൂർത്തിയായ വീരഭദ്രനെ സൃഷ്ടിച്ച് ദക്ഷനെയും യാഗത്തെയും ധ്വംസിക്കാൻ കൽപ്പിച്ചയച്ചു. വീരഭദ്രസ്വാമി പരിവാരസമേതം ചെന്ന് യാഗശാലയെ നിശേഷം നശിപ്പിച്ച് ഋത്വിക്കളെയും ആട്ടിയോടിച്ചു. സതീദേവിയുടെ ദേഹനാശത്തിൽ ആർക്കെല്ലാം പങ്കുണ്ടായിരുന്നുവോ അവരെയെല്ലാം ശിക്ഷിച്ചു. അതിനെ തടുക്കാതെ നോക്കി നിന്ന ഭഗന്റെ 2 കണ്ണുകളെയും ചൂഴ്ന്നെടുത്തു. പല്ലും കാണിച്ച് ഹസിച്ച പൂഷാവിൻ്റെ പല്ലെല്ലാം നിലത്ത് വീഴ്ത്തി. താടിരോമത്തെ തടവിക്കൊണ്ട് ചിരിച്ച ഭൃഗുവിൻ്റെ താടിരോമങ്ങളെല്ലാം പിഴുതെടുത്തു. അനന്തരം ദക്ഷന്റെ നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്തു മുറിക്കാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ അതിന് സാധിച്ചില്ല. അപ്പോൾ തൻ്റെ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് യാഗപശുവിനെ എന്ന പോലെ തല പിരിച്ചെടുത്ത് അഗ്നിയിൽ ഹോമിച്ചു. ഇങ്ങനെ സർവനാശം ചെയ്തിട്ട് വീരഭദ്രനും ശിവഗണങ്ങളും കൈലാസത്തിൽ മടങ്ങിയെത്തി ഭഗവാനോട് വിവരം ഉണർത്തിച്ചു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി കൈലാസത്തിലേക്ക് പോകുന്ന കഥയാണ്. കേൾക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.